അശ്ലീല ദൃശ്യ വീഡിയോ വിവാദത്തിൽ CPM നേതാവ് AP സോണയ്ക്കെതിരെ DGPക്ക് പരാതി. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജെബി മേത്തറാണ് പരാതി നൽകിയത്. സോണയ്ക്കെതിരെ കേസെടുക്കണമെന്നും ചങ്ങാത്തം സ്ഥാപിച്ചാണ് സ്ത്രീകളെ ദുരുപയോഗം ചെയ്തതെന്നും പരാതിയിൽ പറയുന്നു. എബി ജോൺ തോമസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എബി, വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ജെബി മേത്തർ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ഉന്നയിക്കുന്നു. സ്വാഭാവികമായും നമുക്ക് ഈ സാഹചര്യം എങ്ങനെ വിശകലനം ചെയ്യാം? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആലപ്പുഴ CPM-നെ പ്രക്ഷുബ്ധമാക്കിയിട്ടുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിട്ടുള്ള ജെബി മേത്തർ ഇപ്പോൾ ഇയാൾക്കെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. കാരണം ചങ്ങാത്തം സ്ഥാപിച്ചാണ് ഇയാൾ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തത്. അപ്പൊ തന്നെ ഇയാൾക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ഇവരുടെ പരാതിയിൽ പറയുന്നു. കാരണം ഒരു കുട്ടിയെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടി ഈ പരാതിയിലുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരുന്നു. ഇയാൾ ചെയ്തത് തെറ്റാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കണ്ടെത്തൽ CPM നിയോഗിച്ചിട്ടുള്ള കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന CPM-ന്റെ ബ്രാഞ്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നടപടിയിലേക്ക് തന്നെ CPM എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സോണയ്ക്ക് കുരുക്ക് മുറുകുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾക്കെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. നേരത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ സോണയ്ക്കെതിരെ വനിതാ കമ്മീഷനും ജെബി മേത്തർ പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ നഗ്നദൃശ്യങ്ങൾ സൂക്ഷിച്ചു അല്ലെങ്കിൽ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് സഹപ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ള നഗ്നദൃശ്യങ്ങളാണ് സൂക്ഷിച്ചിരുന്നത്. ഒപ്പം തന്നെ ഇയാൾ വീട് കയറി ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്കും ഇയാൾ പോയിരുന്നു. തുടർന്നുള്ള പരാതികളെല്ലാം തന്നെയാണ് ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 17ഓളം സ്ത്രീകളുടെ 34ഓളം ദൃശ്യങ്ങളാണ് ഇയാളുടെ ഫോണിൽ നിന്നും അന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. ഇതേ തുടർന്നാണ് ഇയാൾക്കെതിരെ പാർട്ടിയുടെ ഭാഗത്ത് നടപടി ഉണ്ടായിരുന്നത്. ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് തന്നെ പാർട്ടി എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസിന് ഇയാൾക്കെതിരെ കേസ് കൊടുത്ത DGPക്കാണ് നിലവിൽ ജെബി മേത്തർ പരാതി നൽകിയിരിക്കുന്നത്. ഫിറോസ്, എബി, ഇതിൽ കൗതുകകരമായ കാര്യം സ്വാഭാവികമായും അത്ര ഗുരുതരമാണ് എന്ന് പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചു. പക്ഷേ ഇതുവരെ സോണയ്ക്കെതിരെ നടപടിയൊന്നുമില്ല എന്നതാണ് കൗതുകകരമായി തോന്നുന്ന ഒരു കാര്യം. അതേസമയം ഇപ്പോൾ DGPക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ പരാതി നൽകാൻ അല്ലെങ്കിൽ പരാതി നൽകിക്കൊണ്ട് മഹിളാ കോൺഗ്രസ് ഒരു കൃത്യമായി വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുകയാണ്. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് നമുക്ക് കാണേണ്ടി വരിക? തീർച്ചയായും. കാരണം പാർട്ടിയിൽ തന്നെ ഇയാൾക്ക് ഗുരുതരം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടെന്നൊരു വിവാദം അല്ലെങ്കിൽ ഒരു വിമർശനം പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഇയാൾക്കെതിരെ പരാതി ഉണ്ടാകുന്നത് ഏതാണ്ട് 3 മാസം മുൻപാണ്. ഈ 3 മാസം മുൻപ് പരാതി ലഭിച്ചതിന് ശേഷവും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല. അതിനുശേഷം വിമർശനങ്ങൾ ശക്തമായതിനെ തുടർന്ന് ഒരു കമ്മീഷനെ പാർട്ടി നിയോഗിക്കുകയായിരുന്നു. ഈ കമ്മീഷൻ കഴിഞ്ഞ 2 മാസത്തോളമായി അന്വേഷണം നടത്തിയതിനു ശേഷവും ഒരു തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല. എന്നാൽ ഷാനവാസിനെതിരെ കഴിഞ്ഞ ദിവസം പുകയില കടത്തുമായി ബന്ധപ്പെട്ട് ഒരു CPM-ന്റെ ഒരു അംഗത്തിനെതിരെ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ കടുക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. കാരണം 3 മാസം മുമ്പ് ഒരു പരാതി ലഭിച്ചു, അതിന് കമ്മീഷനെ വെച്ചു. എന്നാൽ അയാൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടികളോ റിപ്പോർട്ടോ ഉണ്ടാകുന്നില്ല. എന്നാൽ വളരെ ഷാനവാസിനെതിരെ നടപടിയെടുക്കുന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ ഒരു തരത്തിലുള്ള ചർച്ച ആ രീതിയിൽ ഉരുത്തിരിഞ്ഞതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടി 3 മാസത്തിന് ഇപ്പുറത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു പിന്തുണയുണ്ടെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നതും അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇയാൾക്കെതിരെ ഒരു നടപടിയിലേക്ക് തന്നെ പോകാൻ പാർട്ടി നിർബന്ധിതമാകുന്നത്. ഈ കമ്മീഷന്റെ കണ്ടെത്തൽ വളരെ കൃത്യമായ അല്ലെങ്കിൽ കമ്മീഷന്റെ കണ്ടെത്തലും അതിന് സുപ്രധാനമായിട്ടൊരു ഒരു നില ഉണ്ടായി എന്നാണ് പറയേണ്ടത്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ നിരക്കാത്ത രീതിയിലുള്ള ഇടപെടലാണ് ഇയാളുടെ ഭാഗത്തുനിന്ന്, സോണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നൊരു കണ്ടെത്തൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പുറത്താക്കുന്നത്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പോലും അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഒരു പിന്തുണ ലഭിക്കുന്ന ഒരാൾ അപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ പാർട്ടിയുടെ ഒരു കാര്യത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ സ്വാധീനം ഇയാൾക്ക് വേണ്ടിയിട്ടും ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്കെതിരെ ഒരു പോലീസ് കേസിലേക്കൊക്കെ പോകാത്ത നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. ഇത് പാർട്ടിയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി നടപടിയിലൂടെ മാത്രം തീർപ്പാക്കേണ്ട ഒരു കാര്യമല്ല എന്നതിനെ തുടർന്നാണ് ഇപ്പോൾ
മഹിളാ കോൺഗ്രസിന്റെ ഇടപെടലിലൂടെ തന്നെ വന്നിരിക്കുന്നത്. കാരണം ഇത് ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കാണണം. ഇയാൾ ഒപ്പം തന്നെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള പരാതികളും ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് പാർട്ടിയിൽ മാത്രം തീരേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് തന്നെ പോകേണ്ട ഒരു സ്ഥിതിയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒപ്പം തന്നെ ഈ വാർത്ത കേൾക്കുന്ന ആളുകൾക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതെ, എബി ജോൺ തോമസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അശ്ലീല ദൃശ്യ വീഡിയോ വിവാദത്തിൽ CPM നേതാവ് AP സോണയ്ക്കെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തറാണ് പരാതി നൽകിയത്. പോക്സോ കേസ് ഇദ്ദേഹത്തിനെതിരെ എടുക്കണം എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. സോണയ്ക്ക് എതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ, ഈ സ്ത്രീകളുമായി ചങ്ങാത്തം സ്ഥാപിച്ചാണ് സ്ത്രീകളെ ദുരുപയോഗം ചെയ്തത് എന്ന് പറയുന്നു. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ എബി ജോൺ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആലപ്പുഴ CPMനെ പിടിച്ചുകുലുക്കിയ നഗ്ന വീഡിയോ വിവാദത്തിൽ DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. വനിതാ കമ്മീഷനും ഉടൻ തന്നെ പരാതി നൽകും എന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ അറിയിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് വരുന്നു ഇടവേളയ്ക്ക് ശേഷം.